അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദർസുൽ മിഷ്കാത്ത് മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴാം ഭാഗം. മിഷ്കാത്തിലെ കിതാബുൽ ഫളാഇൽ വശമാഇൽ എന്ന കിതാബിൽ ബാബു അസ്മാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിഫാത്തിഹി എന്ന അധ്യായം മുതൽ ആണ് ആരംഭിക്കുന്നത്. ആ അധ്യായത്തിലെ ഏഴാമത്തെ ഹദീസ് മുതലാണ് ഈ ഏഴാമത്തെ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള മദ്ഹ് ബഹുമാനപ്പെട്ട സഹാബാ കിറാം വിവരിക്കുന്നത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയാണ് ഈ ക്ലിപ്പിൽ. കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല തവണ ആവർത്തിച്ച് കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. ഏഴാമത്തെ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ബിത്തവീലിൽ ബാഇനി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികം നീളമുള്ളവരായിരുന്നില്ല. വലാ ബിൽ ഖസീരി, വളരെ ചുരുങ്ങിയവരുമായിരുന്നില്ല, ചെറിയവരുമായിരുന്നില്ല. വലൈസ ബിഅബിയദിൽ അംഹഖി, തനി വെള്ള കളറുമായിരുന്നില്ല, പാല് പോലെയുള്ള വെളുത്ത കളറായിരുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വലൈസ ബിൽ അബിയദിൽ അംഹഖി എന്ന് പറഞ്ഞാൽ പാല് പോലെ വെളുത്ത കളറായിരുന്നില്ല. വലാ ബിൽ ആദമി, ഇരുണ്ട നിറമായിരുന്നില്ല, തവിട്ട് നിറവുമായിരുന്നില്ല. അതിനാണ് ആദമു എന്ന് പറയുന്നത്. വലൈസ ബിൽ ജഅദിൽ ഖത്തി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിലുള്ള മുടി വളരെ ചുരുണ്ട മുടിയായിരുന്നില്ല. വലാ ബിസ്സബതി, എന്നാൽ തീരെ തന്നെ ചുരുളൻ ഇല്ലാത്ത മുടിയുമായിരുന്നില്ല, നീണ്ടുകിടക്കുന്ന തീരെ മടങ്ങാത്ത മുടിയായിരുന്നില്ല. 40 വയസ്സായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവാചകനായി നിയോഗിച്ചു. മക്കയിൽ 10 കൊല്ലവും മദീനയിൽ 10 കൊല്ലവും താമസിച്ചു. 60 വയസ്സിന്റെ സമയമായപ്പോൾ, 60 വയസ്സായപ്പോൾ അവരെ വഫാത്താക്കി. ഒരു ഏകദേശ കണക്ക് വിവരിക്കുകയാണ് അവര്. ആ സമയത്ത്, വഫാത്താകുന്ന സമയത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിലും താടിയിലുമായിട്ട് ഉണ്ടായിരുന്നില്ല വെളുത്തതായ നരച്ചതായ 20 മുടി പോലും ഉണ്ടായിരുന്നില്ല. ഒരു റിപ്പോർട്ടിൽ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഗുണം പറയുന്ന സ്ഥലത്ത് ഒരു റിപ്പോർട്ടിൽ കാണാം, കാന റബ്അത്തൻ മിനൽ ഖൗമി, ജനങ്ങളിൽ നിന്ന് ഒരു ഒത്ത ഒരാളായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അധികം നീണ്ടവരോ കുറിയവരോ ആയിരുന്നില്ല. ലൈസ ബിത്തവീലി വൽ ഖസീരി, അസ്ഹറൽ ലൗനി, നല്ല തിളക്കമുള്ള വെള്ളയായിരുന്നു. വഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന സറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിലുള്ള മുടി ഇലാ സാബിയുദ്നിഹി, ചെവിയുടെ പകുതി വരെ ആയി.
ഒരു റിപ്പോർട്ടിൽ കാണാം പിരടിയുടെയും ചെവിയുടെയും ഇടയിലുള്ള സ്ഥലം വരെ മുടിയെത്തിയിരുന്നു എന്ന് മുത്തഫഖുൻ അലൈഹി ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം വലിയ തലയും കാൽപാദങ്ങളും ഉള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ ആളെ ശരീരത്തിനെ കാണാൻ വലുപ്പം നല്ല ഇതിന്റെ അർത്ഥം കേട്ടോ. ഒരു വളരെ ചെറിയ തലയുള്ള ആളായിരുന്നില്ല എന്നർത്ഥം. ഞാൻ കണ്ടിട്ടില്ല തങ്ങളുടെ ശേഷം തങ്ങളുടെ മുമ്പും മിസ്ലഹു അതുപോലെയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. തങ്ങൾ രണ്ട് മുൻകൈകളും മൃദുവായവരായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അനസ് റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടിൽ രണ്ട് മുൻകൈകളും രണ്ട് കാൽപാദങ്ങളും കട്ടിയുള്ളതായിരുന്നു. നേരത്തെ മൃദു ആയിരുന്നു എന്ന് പറഞ്ഞതിന് ഇത് എതിരല്ലോ. മൃദു ആയിരിക്കലോട് കൂടെ കട്ടിയുണ്ടായിരുന്നു എന്നാണ് അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. എട്ടാമത്തെ ഹദീസ് ബറാഅ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവർ പറയുന്നു കാന സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു മർബൂഅൻ ഒരു ഒത്തവരായിരുന്നു, ഒത്ത ആളായിരുന്നു. രണ്ട് ചുമലിന്റെ ഇടയിലുള്ള സ്ഥലം വീതിയുള്ളവരായിരുന്നു. ഈ ചെവിയുടെ കുന്നി വരെ എത്തുന്ന മുടി തലയിലുണ്ടായിരുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ചുവന്ന വരെയുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ലം അറസയൻ ഖത്തു അഹ്സന മിന്നു ആ വസ്ത്രം ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോൾ അതിനെ കാണാൻ ഭംഗിയുള്ള ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു ചെവിയിലേക്ക് എത്തുന്ന മുടിയുള്ളവരിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല അഹ്സന ഏറ്റവും ഭംഗിയുള്ളവരായിട്ട് ചുവന്ന ഒരു വസ്ത്രത്തിൽ മിൻ റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ മറ്റൊരാളെയും കണ്ടിട്ടില്ല. അവിടുത്തെ മുടി രണ്ട് ചുമരിലേക്ക് എത്തിയിരുന്നു. രണ്ട് ചുമലിന്റെ ഇടയിലുള്ള ഭാഗം വിശാലതയുള്ളവരായിരുന്നു. അധികം നീളമുള്ളവരോ വലാബിൽ ഖസീരി വളരെ ചുരുങ്ങിയവരോ ആയിരുന്നില്ല. ഒമ്പതാമത്തെ ഹദീസ് സിമാക്ക് ബിൻ ഹർബ് എന്നവരിൽ നിന്ന് ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവർ പറയുകയാണ് വായ വീതിയുള്ളവരായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്കലൽ ഐനൈനി കണ്ണിന്റെ കറുപ്പും വെളുപ്പും വ്യക്തമായ നല്ല കറുപ്പും നല്ല വെളുപ്പും ഉള്ളവരായിരുന്നു. വെള്ളം ഭാഗമാവേണ്ട സ്ഥലം വെളുത്തിട്ട് കറുപ്പ് വേണ്ടത് നല്ല കറുത്തുകൊണ്ടുമായിരുന്നു എന്നാണ് അർത്ഥം. മടമ്പിൽ മാംസം കുറഞ്ഞവരായിരുന്നു. കാലിന്റെ മടമ്പിൽ മാംസം കുറഞ്ഞവരായിരുന്നു. ഒരു കോലക്കറിന്റെ രൂപത്തിലല്ലോ. കൂടുതൽ മാംസം ഉണ്ടാകുമ്പോൾ പ്രയാസമുണ്ടാകും. അങ്ങനെ ഇല്ലാതെ കീലലി സമ്മാക്കിൻ ഇതിന്റെ ഒക്കെ അർത്ഥം സമ്മാക്ക് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. കീലലി സമ്മാക്ക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു മാ ലലീഉൽ ഫമി ലലീഉൽ ഫമ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഖാല സമ്മാക്ക് റളിയല്ലാഹു അൻഹു പറഞ്ഞു അതിന്റെ അർത്ഥം അലീമുൽ ഫമി വായ വലിയവരായിരുന്നു.
ഖീല മാ അസ്കലൽ ഐനൈനി. അസ്കലുൽ ഐനൈൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? തവീലു ശഖിൽ ഐനി എന്നാണ് അതിന്റെ അർത്ഥം. കണ്ണിന്റെ ആ കണ്ണ് വലിയതായിരുന്നു, കണ്ണിന്റെ ദൂരം വലിയവരായിരുന്നു. ഖീല ചോദിക്കപ്പെട്ടു മാ മൻഹൂസുൽ അക്ബൈനി. മൻഹൂസുൽ അക്ബൈനി എന്നതിന്റെ അർത്ഥം എന്താ? ഖാല ഖലീലുൽ അഹ്മിൽ അക്ബി. മടമ്പിന്റെ കാലിന്റെ മടമ്പ് ഭാഗത്തുള്ള മാംസം കുറവായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി തന്നെ അതിന്റെ അർത്ഥങ്ങൾ വിവരിച്ചിട്ടുണ്ട്. റവാഹു മുസ്ലിം, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. 10ാമത്തെ ഹദീസ് അബൂ തുഫൈൽ എന്നവരിൽ നിന്ന് നിവേദനം അവർ പറയുകയാണ്. റഅയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. കാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു അബിയദ, വെളുത്തവരായിരുന്നു, മലീഹൻ, ഭംഗിയുള്ളവരായിരുന്നു, മുഖസ്സദൻ, മധ്യമായവരായിരുന്നു. എന്ന് പറഞ്ഞാൽ അധികം നീളമുള്ളവരോ കുറിയവരോ അല്ല, ഒരു മധ്യമായവരായിരുന്നു. 7ാമത്തെ ഭാഗമാണ് ഇത്. ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതിന്റെ 8ാമത്തെ ഭാഗം പിന്നീട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.